പശ്ചിമേഷ്യ വീണ്ടും കത്തുന്നു. യുഎസിൽ ഇറാൻ അതിശക്തമായ ആക്രമണം നടത്തിയിരിക്കുന്നു. പശ്ചിമേഷ്യയിലെ യുഎസിന്റെ സൈനിക താവളങ്ങളെ ലക്ഷ്യമിട്ടാണ് ഇറാൻ ആക്രമണം നടത്തിയത്. യുഎസും ഇറാനിലെ വിവിധയിടങ്ങളിൽ ആക്രമണം നടത്തി. തുടർച്ചയായ രണ്ടാം ദിവസമാണ് ഇറാനിൽ യുഎസ് ആക്രമണം നടത്തുന്നത്. യുഎസ് ആക്രമണത്തിന് പിന്നാലെ ഇറാൻ ഹോർമുസ് കടലിടുക്ക് അടച്ചു. ഇറാന്റെ സൈനിക നേതൃത്വമാണ് ഇക്കാര്യം അറിയിച്ചത്. എണ്ണക്കപ്പലും വാണിജ്യ കപ്പലുകളും ഉൾപ്പെടെ ഹോർമുസ് വഴിയുള്ള എല്ലാത്തരം ഗതാഗതവും അവസാനിപ്പിച്ചതായും ഇറാൻ വ്യക്തമാക്കി. ഹോർമുസിലൂടെ കപ്പലുകൾ കടന്നു പോകാൻ ശ്രമിച്ചാൽ വെടിവെക്കുമെന്നും ഇറാൻ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ഏപ്രിൽ മാസത്തെ വെടിനിർത്തൽ കരാർ യുഎസ് ലംഘിച്ചുവെന്ന് ഇറാന്റെ ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോർപ്സ് ആരോപിച്ചു. എണ്ണ ടാങ്കറുകളും വാണിജ്യ കപ്പലുകളും ഉൾപ്പെടെ എല്ലാത്തരം കപ്പലുകൾക്കും ഹോർമുസിൽ നിരോധനമുണ്ട്. ഇത് ലംഘിക്കുന്ന ഏത് കപ്പലും ആക്രമിക്കപ്പെടും. ഹോർമുസ് കടലിടുക്ക് പൂർണ്ണമായി അടച്ചതോടെ ലോകം വലിയ പ്രതിസന്ധിയിലേക്ക് വീഴുമെന്നാണ് വിലയിരുത്തൽ. എണ്ണവില കുതിക്കാനാണ് സാധ്യത. ലോകത്തിലെ എണ്ണയുടെയും വാതകത്തിന്റെയും ഏകദേശം 20% കടന്നു പോകുന്ന കടലിടുക്കാണ് ഹോർമുസ്. ഹോർമുസ് കടലിടുക്ക് ഏതാനും ദിവസം അടച്ചിട്ടാൽ പോലും ഗ്യാസ് എണ്ണക്കടത്തിനെ ബാധിക്കും. ഈ സാഹചര്യത്തിൽ ലോകം വലിയ ആശങ്കയിലാണ്. ഇറാന് മുന്നറിയിപ്പുമായി യുഎസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് എത്തി. ഇറാൻ ഉടൻ സമാധാന കരാറിൽ ഒപ്പുവെക്കണമെന്ന ആവശ്യമാണ് ട്രംപ് ഉയർത്തുന്നത്. സമാധാന കരാറിൽ ഇറാൻ ഒപ്പിട്ടില്ലെങ്കിൽ വൈദ്യുത നിലയങ്ങളും പാലങ്ങളും ഉൾപ്പെടെ ആക്രമിക്കുമെന്നാണ് യുഎസിന്റെ ഭീഷണി. അതിനിടെ ഇറാനിലേക്ക് കനത്ത വ്യോമാക്രമണമാണ് യുഎസ് നടത്തിയത്. ശക്തമായ തിരിച്ചടി ഉണ്ടാകുമെന്ന ട്രംപിന്റെ പ്രഖ്യാപനത്തിന് പിന്നാലെയാണ് ആക്രമണം. ഒന്നിലേറെ കേന്ദ്രങ്ങൾ ലക്ഷ്യമിട്ടുള്ള ആക്രമണമാണ് നടത്തിയതെന്ന് യുഎസ് സെൻട്രൽ കമാൻഡ് വ്യക്തമാക്കി. കഷം ദ്വീപ് ഉൾപ്പെടെ വിവിധയിടങ്ങളിൽ വൻ സ്ഫോടന ശബ്ദങ്ങൾ കേട്ടതായി ഇറാൻ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. ഹോർമുസ് കടലിടുക്കിലെ ബന്ദർ അബ്ബാസ് തെക്കൻ നഗരമായ കാർഖനിലും സിരിക്കിലും സ്ഫോടനമുണ്ടായി. ഇറാൻ പശ്ചിമേഷ്യയിലെ വഴക്കാളിയാണ് ഇറാൻ. കരാറിലെത്താൻ വൈകുന്നതിൽ ഇറാൻ വലിയ വില നൽകേണ്ടി വരും. ഇറാന്റെ സൈന്യം താറുമാറായി, അവരെ പൂർണ്ണമായി പരാജയപ്പെടുത്തി. ഇങ്ങനെയൊക്കെയാണ് ട്രംപിന്റെ പ്രതികരണം. എന്നാൽ യുഎസിന്റെ ഭീഷണിക്ക് വഴങ്ങി പിന്നോട്ടു പോകില്ലെന്നാണ് ഇറാന്റെ പ്രതികരണം. ശക്തമായി തിരിച്ചടി നൽകുമെന്നും ഇറാൻ സൈന്യം അറിയിച്ചു.